തിരുവനന്തപുരം നെടുമങ്ങാട് ഷോക്കേറ്റ് മരിച്ച അക്ഷയുടെ കുടുംബത്തിന് കെ.എസ്.ഇ.ബി. സഹായം കൈമാറി. 3 ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി ജി.ആർ. അനിൽ, വാമനപുരം എം.എൽ.എ. ഡി.കെ. മുരളി എന്നിവർ ചേർന്ന് അക്ഷയുടെ അമ്മയ്ക്ക് നൽകിയത്. 10 ലക്ഷം രൂപയാണ് കെ.എസ്.ഇ.ബി. നൽകുക. ആർ.ബി. സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, നമുക്കറിയാം അക്ഷയുടെ മരണം ഇത്തരത്തിൽ കാറ്ററിംഗിന് പോയി വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഷോക്കേറ്റ് മരിക്കുന്ന സന്ദർഭമുണ്ടായത്. ഇപ്പോൾ കുടുംബത്തിന് തന്നെ സഹായം നൽകിയല്ലേ? അമൃത, നേരത്തെ തന്നെ 50,000 രൂപ ആദ്യഘട്ടത്തിൽ കൈമാറിയിരുന്നു. 10 ലക്ഷം രൂപയാണ് ഈ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചതിൽ കെ.എസ്.ഇ.ബി. അക്ഷയുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചത്. 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. 50,000 രൂപ ആദ്യഘട്ടത്തിൽ കൈമാറി. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ 3 ലക്ഷം രൂപയാണ് കൈമാറിയത്. ഇന്ന് തിരുവനന്തപുരത്ത് അക്ഷയുടെ വീട്ടിലെത്തിയ മന്ത്രി ജി.ആർ. അനിലും സംഘവുമാണ് അക്ഷയുടെ അമ്മയ്ക്ക് ഈ ചെക്ക് കൈമാറിയത്. ഇനി ബാക്കിയുള്ള തുക വേഗത്തിൽ തന്നെ നൽകുമെന്നാണ് കെ.എസ്.ഇ.ബി. അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. തേവലക്കരയിലെ മിഥുന്റെ അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് അക്ഷയും തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് മരണപ്പെടുന്നത്. രാത്രി കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ വരുന്ന സമയത്താണ് ഈ മരച്ചില്ല വീണ് ലൈൻ കമ്പി പൊട്ടി ആ ലൈൻ കമ്പിയിൽ ചെന്ന് ഇടിക്കുന്നതും അതിൽ നിന്ന് ഷോക്കേറ്റ് അക്ഷയ് മരിക്കുന്നതും. അന്ന് കൂടെ ഇരുന്ന 2 സുഹൃത്തുക്കൾക്കും ഷോക്കേറ്റ്, പക്ഷേ അവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അക്ഷയാണ് മരണപ്പെട്ടത്. അതിന്റെ തീരാ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം. അതിന്റെ അന്വേഷണം മറ്റുമൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് കെ.എസ്.ഇ.ബി. ഇപ്പോൾ ആശ്വാസധനം കൈമാറിയിരിക്കുന്നത്. അമൃത.